നമസ്കാരം. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ രണ്ടാം US-ഇറാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേതൃത്വം നൽകുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. നേരത്തെ സുരക്ഷാ കാരണങ്ങളാൽ വാൻസ് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവസാന നിമിഷം ഈ തീരുമാനം മാറ്റിയെന്നാണ് പുതിയ റിപ്പോർട്ട്. ബുധനാഴ്ച നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ചർച്ചകളിൽ പുരോഗതിയുണ്ടാക്കാൻ വൈസ് പ്രസിഡന്റ് നേരിട്ട് എത്തുന്നത്. അതേസമയം ഇറാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന തീരുമാനത്തിലാണ് ഇറാനെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസി തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരാർ സാധ്യമായില്ലെങ്കിൽ ഇറാനിലെ എല്ലാ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ വളരെ ന്യായവും യുക്തിസഹവുമായ ഒരു ഡീൽ വാഗ്ദാനം ചെയ്യുന്നു. അവർ അത് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവരത് സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും എല്ലാ പാലങ്ങളും തകർത്തു കളയും. ഇനി മിസ്റ്റർ നൈസ് ഗൈ അല്ല, അവർ വേഗത്തിലും എളുപ്പത്തിലും തകരും. അവർ ഡീൽ സ്വീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായി മറ്റ് പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്ന കാര്യം ചെയ്യാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് എൻ്റെ ബഹുമതിയായിരിക്കും. ഇറാൻ എന്ന കില്ലിംഗ് മെഷീനിനെ നശിപ്പിക്കേണ്ട സമയമായി ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനും USഉം പരസ്പരം പോർവിളികൾ ഉയർത്തുന്നത് തുടരുകയാണ്. രണ്ടാം ഘട്ട സമാധാന ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച് പാകിസ്ഥാനും. ഏത് നിമിഷവും ചർച്ചയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. റാവൽപിണ്ടിയിൽ അതീവ ജാഗ്രത പാലിക്കുകയും 10,000-ത്തിലധികം പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിലാകും അമേരിക്കൻ ഇറാൻ പ്രതിനിധി സംഘം ഇറങ്ങുക. അവിടെ നിന്നാണ് ഇവർ ഇസ്ലാമാബാദിലേക്ക് പോവുക. ഈ സാഹചര്യത്തിലാണ് റാവൽപിണ്ടിയിൽ സുരക്ഷ ഉയർത്തിയിരിക്കുന്നത്. പ്രധാന റോഡുകളടക്കം തടഞ്ഞുകൊണ്ടാണ് സുരക്ഷാ വിന്യാസം. ഏപ്രിൽ 18-ന് അർദ്ധരാത്രി മുതൽ സുരക്ഷാ വിന്യാസം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ USുമായുള്ള സമാധാന കരാർ ഇനിയും അകലെയെന്ന് ഇറാനും. USുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും കരാർ ഇനിയും അകലെയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാഗർ പറഞ്ഞു. ചില അടിസ്ഥാനങ്ങളിൽ ഇനിയും വിള്ളലുകൾ അവശേഷിക്കുന്നുണ്ട്. അന്തിമ തീരുമാനത്തിൽ നിന്ന് ഇപ്പോഴും ഏറെ അകലെയാണ് നമ്മൾ, ഗാലിഫ് ബാബ് പറഞ്ഞു. യുദ്ധരംഗത്ത് ഇറാൻ വിജയിച്ചെന്നും വെടിനിർത്തൽ അംഗീകരിച്ചത് US ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിടാൻ തീരുമാനിച്ചു. ഇന്നലെ ഏതാനും കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതി കിട്ടിയിരുന്നു. എന്നാൽ അമേരിക്ക വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും ഇറാനിയൻ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും നേരെയുള്ള നാവിക ഉപരോധം പിൻവലിച്ചില്ലെന്നും റവല്യൂഷണറി ഗാർഡ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കപ്പലുകൾ യാത്ര തുടരരുത് എന്ന് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി.